ജമ്മു കാശ്മീർ നിയമസഭയിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. ജമ്മു, ഉധംപൂർ തുടങ്ങി 40 മണ്ഡലങ്ങളാണ് ഇപ്പോൾ ജനവിധി തേടുന്നത്. ഭീകരരുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് അതീവ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്നും അറിയുന്നു. വിനിത വിജി ചേരുന്നു. വിനിത, പറയും. ജമ്മു കാശ്മീരിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 7 മണിയോടെ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. എല്ലാ മണ്ഡലങ്ങളിലെയും ബൂത്തുകളിൽ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നത്. സ്ത്രീ സൗഹാർദ്ദപരമായിട്ടുള്ള പിങ്ക് പോളിംഗ് ബൂത്തുകളും ഇത്തവണ ഈ അവസാനഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ പല പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിര തന്നെയാണുള്ളത്. എല്ലാ വോട്ടർമാരും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജമ്മു കാശ്മീർ വികസനമാണ് വേണ്ടത്, വികസനത്തിനായി ആളുകൾ വോട്ട് ചെയ്യണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ജമ്മുവിലെ 24 മണ്ഡലങ്ങളടക്കം ജമ്മു കാശ്മീർ 40 മണ്ഡലങ്ങളിലാണ് ഈ അവസാന ഘട്ടത്തിൽ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത്. 415 സ്ഥാനാർത്ഥികളാണുള്ളത്. മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ചില സ്ഥാനാർത്ഥികളാണ് ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലെ പ്രമുഖ സ്ഥാനാർത്ഥികളെന്ന് വേണം നമുക്ക് പറയാൻ. ഒപ്പം തന്നെ ഈ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒക്കെ തന്നെ മികച്ച പോളിംഗ് ആണ് ഈ 10 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ജമ്മു കാശ്മീരിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടത്തിലും മികച്ച പോളിംഗ് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അവസാനഘട്ട പ്രചരണത്തിലേക്കടക്കം വോട്ടുറപ്പിക്കുന്നതിനായി മുതിർന്ന നേതാക്കളെ അടക്കം രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ജമ്മു കാശ്മീരിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. BJPക്കായി പ്രചരണം നയിക്കാൻ പ്രധാനമന്ത്രി അടക്കം എത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ കോൺഗ്രസിനായും എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വിനീത.